ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡാണ് ഈ കാണുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ട്രീ കണ്ടുപിടിക്കണം. അത് ഇവിടെ ഫണ്ടിൽ തന്നെ സ്പ്രൂസിൻ്റെ ട്രീ ഉണ്ട്, അപ്പം അത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഗോൾ ഒരു ഇതും കൂടെ കണ്ടുപിടിക്കണം, ഒരു വില്ലേജും കൂടെ. അപ്പോൾ അവിടെ ഒരു ഇത് ഉണ്ട്, പംകിനുള്ളപ്പോൾ അടുത്ത വില്ലേജ് ഉള്ളതുകൊണ്ടാണ് പംകിൻ പറയുന്നത്. കണ്ടു, നിങ്ങൾ പംകിൻ കണ്ടു. അപ്പോൾ നമുക്ക് വഴി പോയി നോക്കാം. അവിടെ ഒരു പംകിൻ ഇത് വില്ലേജ് കാണുമായിരിക്കും, നോക്കിയിട്ട് വരാം. പിന്നെ നോക്കി അവിടെ കാണുമായിരിക്കും വില്ലേജ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ഇവിടെ പണി കൂട്ടാം. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം, നമ്മളൊരു ഗോളാണത്. നമുക്ക് അവിടെ നിന്ന് ഇതുവഴി നടന്ന് നോക്കാം, ഇവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. ആ വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തു. ഇനി നമുക്കൊരു പിക്കാക്സും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം, വുഡൻ പിക്കാക്സ്. കല്ല് കുഴിച്ചെടുക്കണം, കല്ല് സ്റ്റോൺ കുഴിച്ചെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും കാണിച്ച് കൂട്ടുക. അത്ര ഉള്ളൂ റെഡി. ഇതൊക്കെ നുമ്മ കാണിച്ചു തരാം. ഇത് ഹാർഡിലാണ് നമ്മൾ കളിക്കുന്നത്. യോ ഞാൻ പെട്ട്. ആ സാധനത്തിനടുത്ത് പോയാൽ നമ്മൾ ചത്തു, തണുത്തും മരുപ്പിച്ചാകും. ഈ വഴിയൊക്കെ പോയാൽ വില്ലേജ് വല്ലതും കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വില്ലേജാണോ? കാണുന്നു വില്ലേജ് അല്ലേ? എന്നാ കണ്ടുപോലെ തോന്നി എനിക്ക്. ആ വില്ലേജാ, ശരി, അത് വില്ലേജാ അത്. ഓ, അങ്ങോട്ട് പോയി നമുക്ക് വല്ലതും കാണുമായിരിക്കും, റിസോർട്സ് വല്ലതും കിട്ടുമായിരിക്കും അവിടെ നിന്ന്. അയ്യോ, കരട് എടുത്ത് നന്നേക്കല്ല് പൊട്ടി കയറാം. റിസോർട്സ് വല്ലതും കാണുമായിരിക്കും. നമുക്ക് അവിടെ ചെന്നിട്ട് സ്റ്റോൺ ഉണ്ട്. അപ്പോൾ സ്റ്റോൺ പോയി നമുക്ക് അവിടെ ചെന്നിട്ട് മൈൻ ചെയ്യാം. പിന്നെ ഫുഡും കിട്ടും, എല്ലാം ഉള്ളത് പേടിക്കണ്ട. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചെറിയ ലാഗ് കാണും, കാരണം എൻ്റെ ഡിവൈസ് ഇച്ചിരി സ്ലോ ആണ്, അതുകൊണ്ട് ഇതിന് ക്ഷമിക്കുക. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞു, അത് കമൻറ്റ് ചെയ്താൽ ഏത് വീഡിയോ ഇടണമെന്ന് ഞാൻ കളിച്ച് കാണിക്കാം. ഗെയിംസിൻ്റെ വീഡിയോസ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ഗെയിംസിൻ്റെ പറഞ്ഞ് ഞാൻ കളിച്ചു തരാം. BGMI എന്ന് പറഞ്ഞേക്കില്ല, അതൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഫ്രീ ഫയർ പിന്നെ അങ്ങനത്തെ ചെറിയ ഗെയിംസൊക്കെ കളിക്കാം. പിന്നെ മൈൻക്രാഫ്റ്റ് പിന്നെ ഞാൻ കളിക്കുന്ന ഗെയിം ബസ് ഡ്രൈവിങ് ഇന്തോനേഷ്യയൊക്കെ. അതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയിടാം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവണമെങ്കിൽ എൻ്റെ ഗെയിമിൽ മൈൻക്രാഫ്റ്റ് ഫ്രണ്ട്സ് ആവണമെങ്കിൽ പറഞ്ഞാൽ മതി. ഫ്രീ ഫയറിലും നോട്ടിഫിക്കേഷൻ. ഇവിടെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട്, നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്ത് നടക്കാം. അവിടെ നമുക്ക് 17 സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ഫുൾ ടൂൾസും ഉണ്ടാക്കാം, ഒരു ഇതും ഉണ്ടാക്കാം. അതിൻ്റെ പേരെന്തിരുന്നു, ഫർണസ്. പണ്ട് എനിക്ക് ഇതുപോലെ ചാനലുണ്ടായിരുന്നു. ആ ചാനൽ എൻ്റെ ചെറിയൊരു പണി ചെയ്തുകൊണ്ട് അതങ്ങ് പോയി. ഇനി നമുക്ക് ഫുൾ ടൂൾസ് ഉണ്ടാക്കാം. ചെറിയൊരു മണ്ടത്തിലും കാണിച്ചു വെച്ച് എൻ്റെ ചാനലിൽ പോയി, ഇമെയിൽ ഐ ഡിയും പോയി, വീട്ടുകാരുടെ തെറിവിളിയും കേട്ട് എല്ലാം കേട്ട് സൽഗുണ സമ്പുഷ്ടല്ല ഈ ഒരു പരിപാടിയിട്ടിരിക്കുമായിരുന്നു. അതിന് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. കുറച്ചെന്ന് പറയുമ്പോൾ 58, എനിക്കത് വലിയ കാര്യമാണ്, അത്ര ഉള്ളത് തന്നെ. ഈ വീഡിയോ ഭയങ്കര ഷോർട്ടാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ശരിക്കും ഇട്ട് കാണിക്കുക. ഇത് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 1, ആദ്യത്തെ എപ്പിസോഡ്. അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരാളുടെ വീഡിയോ ഇട്ട് കോപ്പി തോന്നാൻ ചാൻസ് ഇല്ല. കോപ്പിയാണ് എന്നാലും തോന്നാൻ ചാൻസ് ഇല്ല, കാരണം വീഡിയോസ് എന്നേക്കാൾ അടിപൊളി വീഡിയോസ് ഞാൻ ഇടാറുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ ഇതുപോലെ മതിയോ, അതോ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ പറ്റുന്നത്ര ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ ചെയ്യാം. ഇനി ബെഡ് കിട്ടി. ഇനി നമുക്ക് ഫുഡ്, ക്യാരറ്റ് ഉണ്ട്, താഴെ പൊട്ടി ക്യാരറ്റും എടുക്കാം. ഫുഡ് പോയി. ലാഗ് ഉണ്ട്, ഇച്ചിരി ലാഗ് ഈ ഫോണ്. ഇടയ്ക്കൊക്കെ ചെറിയ കാറ്റിൻ്റെ സൗണ്ട് വേണം, കാരണം അതെൻ്റെ മൂക്കിൻ്റെയാണ്, ഞാൻ ശ്വാസം വിടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ക്യാരറ്റ് കണ്ടിട്ട് നമുക്ക് കൂടെ തന്നെ നട്ടിങ്ങ് വെക്കാം. നമ്മളെപ്പോഴും നല്ലവരാകുക.
വെല്ലവൻ്റെ സാധനം എടുത്തിട്ട് ഈ കുമ്പ്രാണ് പൊട്ടിച്ചാൽ കളയണം. എന്നിട്ട് നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് കഴിച്ചേക്കാം. ഇനി നമുക്ക് മൈൻഡ് ചെയ്തെടുത്ത് നമുക്ക് നട്ടങ്ങ് വെക്കാം. ബാക്കി കുറേ തെറിച്ചടപ്പുണ്ടാക്കി എടുത്തിട്ട് ബാക്കി നമുക്ക് നട്ടങ്ങ് വെക്കാം. ഞാൻ പറഞ്ഞത് മറ്റേ ഈ ഒരു യൂട്യൂബറിനെ പോലെ തോന്നുന്നുണ്ട് എങ്കിൽ അത് സുധിയണ്ണനെ കുറിച്ചാണ്, നമ്മുടെ ദൈവത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മൈൻക്രാഫ്റ്റ് ദൈവത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ പുള്ളിയുടെ ഫാനാണ് ഞാൻ. അപ്പം പുള്ളിയുടെ വീഡിയോ കണ്ട് അനുകരിക്കാൻ നോക്കുമ്പോൾ അറിയല്ലോ കളി അങ്ങനെ നോക്കിയത്. പിന്നെ ഞാൻ പറയുമ്പോൾ മിക്ക സമയത്ത് ക്ലിയർ ആവത്തില്ല, കാരണം എൻ്റെ സൗണ്ട് എൻ്റെ ശൈലി എങ്ങനെയാണ് അത് മൈക്കിലൊക്കെ ആകുമ്പോഴത്തേക്ക് സൗണ്ട് അങ്ങ് ഒരു വല്ലാത്ത സൗണ്ടാവും എൻ്റെ. എല്ലാ സമയത്ത് എനിക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ വേറെ കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഓക്കെ ആയിട്ട് തോന്നത്തില്ല. എൻ്റെ സൗണ്ട് അങ്ങനെയാണ്, ഇതെന്താ എനിക്കറിയത്തില്ല. ഇവിടെ പിന്നെ നല്ല മഴ, നമ്മുടെ പത്തനംതിട്ടയിൽ നല്ല മഴയാണ് അവിടെ, അതാണ് പ്രശ്നം. എൻ്റെ വീട് പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് വീടുള്ളത്. അതുകൊണ്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പം ഇടിവെട്ടിക്കൊണ്ടിരിക്കും. മഴ പെയ്തില്ല, ഇടിവെട്ടു. അപ്പോൾ ഇതാണ് ഇത്ര ഉള്ളൂ നമ്മുടെ ചാനൽ. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ തൊട്ട് കാണാം. ബൈ ബൈ, സീ യു.